ദേവീ ശരണം അമ്മേ പ്രജ്ഞാനത്താൽ ത്രിനേത്രീയഴലുകളകമേ ശാന്തമാകാം. പെരുത്തോരജ്ഞാനത്തെ ഗുരുത്വം തരണീരുളകറ്റുന്ന പോൽ നിഗ്രഹിക്കാം. വിജ്ഞാനാതീതയാകും ഗിരിവരതനയേ നിന്നിലെ ഭക്തിയാലേ കുഞ്ഞായി തീർന്നോർക്കു കിട്ടൂ പരമസുഖതമാം നിർവൃതിപ്പാൽ കുടിക്കാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. മഹാദേവ്യൈ നമഃ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാലവന്ദനം. ശ്രീമദ് ദേവി ഭാഗവതം അഷ്ടമസ്കന്ധം ഭൂഗോള വർണ്ണനകൾ, അതിൽ ലോകാലോക വർണ്ണനകൾ വിവരിച്ചുകൊണ്ട് വരുന്നു. 14-ാമത്തെ അധ്യായം വരെയാണ് നമ്മൾ ഇന്നലെ അവലോകനം ചെയ്ത് നിർത്തിയത്. അടുത്തതായിട്ട് പഞ്ചദശോധ്യായ 15-ാമത്തെ അധ്യായമാണ്. ആദിത്യഗതി, സൂര്യസംക്രമണഗതിയാണ് ഇതിൽ നാരായണ ഋഷി നാരദന് പറഞ്ഞു കൊടുക്കുന്നത്. അധ പരം പ്രവക്ഷ്യാമി ഭാനോർഗമനമുത്തമം ശീഘ്രമാന്ദ്യാദിഗതിഭിഃ സ്ത്രിവിധം ഗമനം രവേ. സൂര്യൻ്റെ ആദിത്യൻ്റെ ഉത്തമമായ സഞ്ചാരത്തെപ്പറ്റി ഞാനിനി വിവരിച്ച് പറഞ്ഞു തരാം. ശീഘ്രം, മന്ദം, അതുനിമിത്തം വരുന്നതായിട്ടുള്ള ശീഘ്രവും മന്ദവും അല്ലാത്തതായിട്ടുള്ള ഗതി, അങ്ങനെ 3 ഗതികൾ ആണ് സൂര്യന് ഉള്ളത് എന്നാണ് പറയണത്. ഗ്രഹങ്ങൾക്കെല്ലാം 3 സ്ഥാനങ്ങളുണ്ട് എന്ന് പറയണു. അതിൽ ജരദ്ഗവമാണ് മധ്യസ്ഥാനം, വടക്ക് ഐരാവതം, തെക്ക് വൈശ്വാനരം. ഇതാണ് നിർദ്ദിഷ്ടമായിട്ടുള്ള സ്ഥാനങ്ങൾ അതിൻ്റെ. ഇനി ഓരോ നക്ഷത്രങ്ങളനുസരിച്ച് സൂര്യൻ്റെ ചലനഗതിയെ പറയുകയാണ്. അശ്വതി, രോഹിണി, അശ്വതി, ഭരണി, കാർത്തിക. ഇത് നാഗവീതി എന്ന് പറയണു. രോഹിണി, മകീരം, തിരുവാതിര എന്നിവ ചേർന്നത് ഗജവീതി. പുനർദം, പൂയം, ആയില്യം എന്നിവ ചേർന്നത് ഐരാവത വീതി. ഇങ്ങനെയുള്ള ഈ ഐരാവത വീതി, ഗജവീതി, നാഗവീതി, ഈ 3 വീതികളും ചേർന്നതാണ് ഉത്തരമാർഗം, വടക്ക് മാർഗം. ഉത്തരം എന്ന് പറഞ്ഞാൽ വടക്ക് ദശ. മകം, പൂരം, ഉത്രം, ഇത് 3 ചേർന്നത് ആർഷഭവീതി. അത്തം, ചിത്തിര, ചോതി ചേർന്നത് ഗോവീതി. വിശാഖം, മനിഷം, തൃക്കേട്ട എന്നിവ ചേർന്നത് ജാരദ്ഗവവീതി എന്ന് പറയപ്പെടുന്നു. ഈ 3 വീതികളും ചേർന്നത് മധ്യമമാർഗം എന്ന് പറയണു അതിനെ. അതായത് 3 മാർഗങ്ങളുണ്ട് എന്ന് മുമ്പ് തന്നെ. ശീഘ്രം, മധ്യം, മന്ദം, അങ്ങനെ 3. പിന്നീട് പറയണത് മൂലം, പൂരാടം, ഉത്രാടം എന്നിവ ചേർന്നത് അജവീതി. തിരുവോണം, അവിട്ടം, ചതയം എന്നത് മൃഗവീതി. പൂരോരട്ടാതി, ഉത്രട്ടാതി, രേവതി, വൈശ്വാനരവീതി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഈ 3 വീതികളും കൂടിയതാണ് ദക്ഷിണമാർഗം. ദക്ഷിണം എന്ന് പറഞ്ഞാൽ നമുക്ക് വലതുഭാഗം എന്ന് പറയാം. ഉത്തരായണത്തിൽ വരുമ്പോൾ ഈ നുകത്തിൽ കെട്ടിയിരിക്കുന്നത് വായുബദ്ധമായ കയറ വലിച്ചു മുറുക്കിക്കൊണ്ടുള്ള കയറ്റമായതുകൊണ്ട് ആ സമയത്ത് ആഭ്യന്തര മണ്ഡലത്തിലെ സൂര്യഗതിക്ക് കുറച്ച് മാന്ദ്യം സംഭവിക്കും. അങ്ങനെ പോകുമ്പോൾ പകൽ കൂടി വരും എന്ന് പറയുന്നു. അതായത് ഒരു നുകം എന്ന് പറഞ്ഞാൽ അറിയില്ലേ, നമ്മൾ കാളവണ്ടിയിലൊക്കെ 2 കാളകൾ അപ്പുറത്തിപ്പുറത്ത് നിർത്തിയിട്ട്
അതിൻ്റെ കഴുത്തിൽ വെച്ച് കിട്ടുന്നതായിട്ടുള്ളതിനെയാണ് നുകം എന്ന് പറയുക. അപ്പോൾ ഈ നുകം അതിന് രണ്ടുണ്ട്. ഇത് ഒരു കാളവണ്ടി പോകുന്നത് മാതിരി എന്ന് വിചാരിക്കൂ. അല്ലെങ്കിൽ നമ്മൾ കാളവണ്ടിയോ ബസ്സോ കാറോ എന്തായാലും വരും. അതല്ലേ നല്ല കയറ്റം വരുമ്പോൾ എന്താവും? സ്പീഡ് കുറഞ്ഞു വരും ഇല്ലേ? അതിന് കയറ്റം കയറണ്ടേ. അപ്പോൾ നല്ല ആക്സിലറേഷൻ കൊടുത്താലും കയറ്റത്തിനനുസരിച്ച് 30, 40, 50 കിലോമീറ്ററിലൊക്കെ പോവുള്ളൂ വണ്ടി. അതേമാതിരി കാളവണ്ടിയൊക്കെ ആണെങ്കിൽ വളരെ സ്ലോ ആയിട്ടേ ഇഴഞ്ഞിഴഞ്ഞൊക്കെ പോവുള്ളൂ. കാരണം കയറ്റമാണ് എന്ന് പറയുകയാണ്. അതേമാതിരി ഈ സൂര്യൻ്റെ ഭ്രമണത്തിലും സൂര്യനും ഈ കയറ്റം വരുന്ന സമയത്ത് മാന്ദ്യത്തിലാണ് കയറുക എന്ന് പറയണു. എന്ന് പറഞ്ഞാൽ വളരെ പതുക്കെ പതുക്കെ പതുക്കെയാണ് രഥം മുന്നോട്ട് പോവുക എന്ന് പറയുകയാണ്. ആ സമയത്ത് സൂര്യഗതിക്ക് മാന്ദ്യം സംഭവിക്കും. അത് കാരണം പകല് കൂടി വരും എന്ന് പറയുകയാണ്. കാരണം സൂര്യൻ പതുക്കെ പതുക്കെ സഞ്ചരിക്കുന്ന സമയത്ത് സൂര്യനെ ആസ്പദമാക്കിയാണല്ലോ പകലും രാത്രിയും, അതായത് വെളിച്ചവും ഇരുട്ടും കിട്ടുന്നത്. അപ്പോൾ വെളിച്ചം നൽകുന്നതായിട്ടുള്ള സൂര്യൻ പതുക്കെ പോകുന്ന സമയത്ത് എന്തുണ്ടാവും? കുറച്ചധികം സമയം എടുക്കുന്ന സമയത്ത് അധികം സമയം നമുക്ക് സൂര്യതാപം, ചൂട്, പ്രകാശം അനുഭവപ്പെടും എന്ന് പറയാണ്. അതുപോലെ തന്നെ രാത്രി ഇത് കുറഞ്ഞു വരും. കാരണം ദക്ഷിണായത്തിലെ അവരോഹണമായതുകൊണ്ട് കയറ് കുറച്ച് അഴിച്ചുവിടും. ആ തേരിൻ്റെ ഗതി സൂര്യൻ്റെ കൂടും അല്ലേ? ഇറക്കം വരുന്ന സമയത്ത് നമ്മൾ അധികം ആക്സിലറേറ്റർ കൊടുക്കണ്ട, കുറച്ചൊന്ന് കൊടുത്താൽ മതി. ആ ഇറക്കമായത് കാരണം കൊണ്ട് വണ്ടി നല്ല സ്പീഡിൽ പോകും. അപ്പോൾ പെട്ടെന്ന് ഓടിക്കിട്ടും. അത് കാരണം കൊണ്ട് ആ ഉത്തരായണത്തിൽ വരുന്ന സമയത്ത് കൂടുതൽ വേഗത്തിൽ ഓടുന്ന കാരണം കൊണ്ട് രാത്രി എന്നുള്ളത് കുറഞ്ഞു വരുന്ന വരെ പറയുകയാണ്. അപ്പോൾ ഈ ദക്ഷിണായനത്തിൽ എന്താവും? ഈ കാലങ്ങൾ വരുമ്പോൾ നമുക്ക് പകൽ കൂടുതലായിട്ട് വരും. പകൽ കൂടി വരും, രാത്രി കുറഞ്ഞു വരും. ദക്ഷിണായനത്തിൽ അവരോഹണമായിട്ട് പോകുന്ന കാരണം കൊണ്ട് ഗതിവേഗം രഥത്തിന് കൂടുന്നത് കൊണ്ട് പകൽ കുറഞ്ഞു വരും, രാത്രി ഏറി വരും. ഇതിൻ്റെ രണ്ടുവിലും നടുവില് ഒന്ന് ഏറ്റം, ഒന്ന് ഇറക്കം. പക്ഷെ ഒരു ഏറ്റവും ഇറക്കവും അതിൻ്റെ നടുവില് സമനിരപ്പുള്ള ഒരു സ്ഥലം വരും ഇല്ലേ? അതിനാണ് വിശ്വം എന്ന് പറയുന്നത്. ആ വിശ്വത്തിൽ സൂര്യൻ തൻ്റെ ഗതി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യണില്ല. അത് അതിൻ്റെ സമനിലയിൽ പോകുന്നത് കാരണം കൊണ്ട് രാത്രിയും പകലും ആ സമയത്ത് തുല്യമായിട്ട് വരണു എന്ന് പറയണു. അപ്പോൾ ഈ മധ്യമണ്ഡലത്തിൽ വരുന്ന സമയത്ത് രാവും പകലും തുല്യങ്ങളായിട്ട് വരണു. ധ്രുവത്തിലാണ് ഈ കയറുകളൊക്കെ സൂര്യൻ്റെ ബന്ധിച്ചിരിക്കുന്നത്. രണ്ട് കയറും മുറുകി പിടിച്ചിരിക്കുന്ന സമയത്ത് സൂര്യൻ്റെ സഞ്ചാരം പതുക്കിയും കുറച്ച് അയച്ചു വിടുന്ന സമയത്ത് സഞ്ചാരം ശീഘ്രഗതിയിലും, രണ്ടിൻ്റെയും നടുവിൽ വരുന്ന സമയത്ത് മധ്യഗതിയിലും വരണു എന്ന് പറയാണ്. മേരുവിൻ്റെ കിഴക്ക് ഭാഗത്തായിക്കൊണ്ട് ഇന്ദ്രൻ്റെ പുരിയായ ദേവധാനി, തെക്ക് യമൻ്റെ പുരിയായിട്ടുള്ള സംയമനി, പിന്നെ പടിഞ്ഞാറ് വരുണൻ്റെ നിമ്ലോചനി എന്ന പുരി, വടക്ക് ഭാഗത്തെ കുബേരൻ്റെ വിഭാവതി എന്ന പുരി. ഇങ്ങനെ 4 ഭാഗങ്ങളിൽ 4 ദിക്പാലകന്മാരുടെ പുരികളെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇന്ദ്രപുരിയിലാണ് സൂര്യൻ്റെ ഉദയം എന്ന ജ്ഞാനികൾ പറയുന്നുണ്ട്. ആദിത്യൻ മധ്യാഹ്നത്തെ സംയമനിയിലും സന്ധ്യയ്ക്ക് നിമ്ലോചനയിലും അർദ്ധരാത്രിക്ക് വിഭാവരിയിലും എത്തുന്നു എന്ന് അവർ പറയുന്നു.